minorities at district level. So let's start with some new topics today. Recently in the news, the Supreme Court ruled that to recognize minority at the district level is contrary to law. That's a sentence. അതായത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യം, ഇന്ത്യ പോലൊരു രാജ്യം നോക്കിയാലോ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലൊരു രാജ്യം നോക്കിയാലോ, ചൈന പോലൊരു രാജ്യം നോക്കിയാലോ, അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ താമസമുണ്ട്. അതിൽ ചില ആൾക്കാര് ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഭൂമിയില് ഒരു രാജ്യവും ഇല്ല, ആ രാജ്യത്തിലുള്ള ആൾക്കാരെല്ലാം ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുന്നവര്, എല്ലാവരും ഡിഫറെന്റ് ഏതെങ്കിലും സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയില് റിലീജിയൻ എന്ന ഒരു ഹെഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് പല ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, ജൈനൻ, ബുദ്ധൻ ഇങ്ങനെയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അക്കാഡമിക് ആൾക്കാർ, ഇപ്പം സർക്കാർ ഗവൺമെന്റ് ജോലി ഉള്ളവര്, ഗവൺമെന്റ് ജോലി ഇല്ലാത്തവര്, കൂലിപ്പണിക്ക് പോകുന്നവർ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കാണാം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വേറെ നോക്കി കഴിഞ്ഞാൽ വേറെ ലെവൽ ഓഫ് കമ്മ്യൂണിറ്റി കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്പോർട്സ് മേഖലയിൽ പോകുന്നവര്, ബിസിനസ് ചെയ്യുന്നവര്, അങ്ങനെ. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പല ഗ്രൂപ്പുകള് എല്ലാ രാജ്യങ്ങളും ഉള്ളതാണ്. അപ്പൊ ഇന്ത്യയില് നമ്മൾ യൂഷ്വലി മൈനോറിറ്റീസ് എന്നൊരു വാക്ക് ഉദ്ദേശിക്കുമ്പോൾ അത് കൂടുതലും ബിസിനസ് ചെയ്തവരോ, ആൺകുട്ടികളോ, പെൺകുട്ടികളോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി കിട്ടിയവരോ, അതൊന്നും അല്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇറ്റ് ഈസ് ക്ലിയർലി സോഷ്യലി ആൻഡ് റിലീജിയസ് ആസ്പെക്റ്റിൽ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി തന്നെ ഒരു കമ്മീഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് കമ്മീഷൻ ഈസ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഞാൻ എന്റെ പേന എടുത്തോട്ടെ. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അപ്പൊ നമ്മൾ കോമൺ ലാംഗ്വേജ് പറയുമ്പോൾ മൈനോറിറ്റി കമ്മീഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറയും. മൈനോറിറ്റി കമ്മീഷൻ പറയും. അപ്പൊ ഈ മൈനോറിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് എന്നൊരു ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ 1992. അതൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കുന്ന, വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. 1992 നമുക്ക് എന്ത് വരുവാണ്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വരും. അപ്പൊ ഈ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയില് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മൈനോറിറ്റി ആണെന്ന് അനൗൺസ് ചെയ്തു. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ ദ പോയിന്റ് ഈസ് വെരി സിമ്പിൾ, വെരി ക്ലിയർ. ചൂസ് റെഡ് കളർ. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് ഏത് വർഷം? 1992. ഓക്കെ, ഈ 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആക്ട് 1992 നിങ്ങൾക്കറിയാം, ഒരു ആക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷൻ 1, സെക്ഷൻ 2 ഇങ്ങനെ പല സെക്ഷൻസ് ഒക്കെ കാണും. അപ്പം ഈ മൈനോറിറ്റി ആക്ടിലെ സെക്ഷൻ 2 ആരൊക്കെയാണ് ഈ മൈനോറിറ്റീസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ് ഇന്ത്യയിലെ മൈനോറിറ്റീസ്? ഓക്കെ, അപ്പോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് സെക്ഷൻ 2, വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ സെക്ഷൻ 2C ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റി ആക്ട്സ്. ഏത് വർഷം? 1992. അതിൽ ആരൊക്കെയാണ് മൈനോറിറ്റീസ്? മുസ്ലിംസ്, സിഖ്സ്, ക്രിസ്ത്യൻ, പാഴ്സീസ്. ഈ പാഴ്സികളെ തന്നെ സൊറാസ്ട്രിയൻസ് എന്ന് പറയട്ടോ. ZORAN, ZORIS, സൊറാസ്ട്രിയൻസ്, TRIAN, സൊറാസ്ട്രിയൻസ്. ബുദ്ധിസ്റ്റുകള്, ബുദ്ധിസ്റ്റ്. ആൻഡ് ലാസ്റ്റ് ഈസ് ജൈനന്മാര്, ജെയിൻസ്. അപ്പൊ ഏതൊക്കെയുണ്ട്? 1, 2, 3, 4, 5, 6 6 ഗ്രൂപ്പിനെ സെക്ഷൻ 2C എന്ന സെക്ഷൻ പ്രകാരം, ഏതിന്റെ 2C? നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് 1992 എന്ന വർഷത്തിൽ വന്ന ഒരു നിയമത്തിന്റെ 2C എന്ന സെക്ഷൻ പ്രകാരം ഇന്ത്യയിൽ മൊത്തം 6 ടൈപ്പ് മൈനോറിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ എണ്ണി നോക്കിയത്? 2011 സെൻസസ് പ്രകാരം. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ഇന്ത്യയിലെ ജനങ്ങളെ ഇങ്ങനെ എണ്ണി എടുക്കുന്ന ഒരു പ്രോസസ്. ഇത്രയാണ് പോയിന്റ്. അപ്പൊ ഇതിനൊരു ബാക്കപ്പ് സ്റ്റോറി ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഇവിടെ വലിയ പോയിന്റ്സ് ഒന്നുമില്ല ഈ ന്യൂസില്.
ഇവിടെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോടതികൾ ഇങ്ങനെ ഓരോ ജില്ലാ ബേസിലും ഇതുപോലെ മൈനോറിറ്റീസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് എന്ന രീതിയിൽ സജഷൻ എടുത്തു മാത്രമേ. ഓക്കെ, ഇത് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു മജോറിറ്റി 11 പേരടങ്ങുന്ന 15 ജഡ്ജിമാരുള്ള ഒരു TMA പൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക കേസിലാണ് ഈ ഒരു വിധി പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ. അപ്പൊ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കേസുകളുണ്ട് ഈ മൈനോറിറ്റീസിന്. അത് വേണമെങ്കിൽ ഇപ്പൊ ലോ ബേസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഓർത്ത് നോക്കാം. TMA പൈ കേസ്, അതുപോലെ ബാൽ പട്ടേൽ കേസ്, ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യം ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെക്കാം. ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ മൈനോറിറ്റീസിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മൈനോറിറ്റീസിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ടുകളുണ്ട്. പാർട്ടുകൾ 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 4A, 5, ഇങ്ങനെ കുറെ പാർട്ടുകളൊക്കെ ഉണ്ട്. ഈ പാർട്ടുകളിൽ പാർട്ട് 1ന്റെ അകത്ത് കുറെ ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 1 to 4. അപ്പൊ ആ പാർട്ട് 1ന്റെ അകത്ത് ആർട്ടിക്കിൾ 1 to 4 വരെ. അപ്പൊ അടുത്ത 2ല് 5 തൊട്ടായിരിക്കും, 5 തൊട്ട് 11. 3ല് 12 തൊട്ട് 35 വരെ. So what is there in the part 3 of the constitution? That is a fundamental rights. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കാണ്ടോ എഴുതിയിരിക്കുന്നത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസില് they are talking about article 29. അപ്പൊ 29 എന്ന് പറയുമ്പോൾ അത് കണ്ടോ 12ന്റെ 35 ഇടയിലാണല്ലോ 29 വരിക. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. So according to the Indian constitution, the constitution of India provides us some kind of fundamental rights for the minorities of this country. So who are the minorities? That's my question. So minorities are those 6 type of people. And how we identify those 6 type of people? We identify those 6 type of people based on the census that was happened in 2011. And we passed an act that is in 1992. Okay, what was that National Commission for Minorities Act? അത്രയും പോയിന്റ്സ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും ഞാൻ ഈ പറഞ്ഞതായിട്ട് ലിങ്ക് ചെയ്ത് വേണം ഓർത്തു വെക്കാൻ, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1990. ഓക്കെ, വർഷങ്ങളൊന്നും തിരിഞ്ഞു പോയിട്ടില്ല പിള്ളേരെ. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 29 എന്താ പറയണേ? അവിടെ ജസ്റ്റ് 29 ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലുള്ള മൈനോറിറ്റീസിന് അവരുടെ ലാംഗ്വേജ്, അവരുടെ പുസ്തകങ്ങൾ, ലിപികൾ, സംസ്കാരം ഇതൊക്കെ സൂക്ഷിക്കാനുള്ള അവകാശം. റൈറ്റ് ടു കൺസർവ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷിച്ചു വെക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുപോലെ അവരുടെ ലാംഗ്വേജ് അങ്ങനെയുള്ള അതിന്റെ കാര്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്ന കൂടാതെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം. ഓക്കെ, ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 29 പറയാം. ആർട്ടിക്കിൾ 30 എന്താ പറയാ? ഇവർക്ക്, അതായത് ഈ പറഞ്ഞ മൈനോറിറ്റി ഗ്രൂപ്പുകൾക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താ? ഇവരുടെ കൾച്ചറും അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത് സംരക്ഷിക്കണമെങ്കിൽ അടുത്ത ജനറേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? സോ അതുകൊണ്ട് വി ഹാവ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് ആണ് ആർട്ടിക്കിൾ 30 പറയാം. ഇനി ആർട്ടിക്കിൾ 350B എന്ന് പറഞ്ഞ് വേറൊരു പുതിയ ആർട്ടിക്കിൾ കൂടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഈ 350B എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 350B ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പൊ പിന്നീട് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഇതുപോലെ പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അമെന്റ്മെന്റ്സ്. അപ്പൊ 1ാമത്തെ അമെന്റ്മെന്റ്, 2ാമത്തെ അമെന്റ്മെന്റ്, അങ്ങനെ പറയാം. അപ്പൊ 7ാമത്തെ അമെന്റ്മെന്റ് 1976 വി ഇൻസേർട്ടഡ് ദിസ് ആർട്ടിക്കിൾ. എന്താണ്? ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്ത് ഓഫീസറാ? സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? സ്പെഷ്യൽ ഓഫീസർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊങ്ങിണി എന്നൊരു ഭാഷയുണ്ട്. കൊങ്ങിണി. നമ്മുടെ ക്ലാസ്സിൽ കൊങ്ങിണി ഭാഷ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? അലീന ആൻഡോ, കൊങ്ങിണി ഭാഷ അറിയാമോ? അറിയില്ല. ക്രിസ്റ്റി? ഇല്ല സർ, അറിയില്ല. കേട്ടിട്ടുണ്ടോ കൊങ്ങിണി ഭാഷ?
ഗോവത്തെ ലാംഗ്വേജ് തോന്നുന്നുണ്ട്. ഗോവ, യെസ്, ഗോവ സൈഡിൽ. രത്തൻ ഡേവിസ് കേട്ടിട്ടുണ്ടോടാ കൊങ്ങിണിന്ന്? കേട്ടിട്ടില്ല സർ, സിനിമയില് കണ്ടുണ്ട്. ടീന? ഇത് ഭയങ്കര രസമുള്ളതാണ്. കൊങ്ങിണി ഭാഷ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു 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 വക നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ലാംഗ്വേജിന് ചിലപ്പോ എന്താ, അതിപ്പോ സംസാരിക്കുന്നത് പർട്ടിക്കുലർ കുറച്ച് ആൾക്കാർ മാത്രമാണ്. അപ്പൊ അവര് പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കൂട്ടത്തോടുകൂടി ഇല്ലാതെ പോവുകയോ അടുത്ത ജനറേഷനിലേക്ക് അത് പറഞ്ഞു കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ കൊങ്ങിണിയിൽ ഒരു ലാംഗ്വേജ് തന്നെ ഇല്ലാതായി പോകും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലാംഗ്വേജുകളെ ഒക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The President of India will appoint a person. That person is called a special officer. And this provision was amended or inserted by the 7th Constitutional Amendment Act, that is in 1956. And there comes a new article in the Indian Constitution, that is 315B. ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് നോക്കിയാലോ. ഒറ്റ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് മൈനോറിറ്റീസ്. എന്താണ് മൈനോറിറ്റീസ്? ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ മൈനോറിറ്റി എന്താണെന്ന് നോക്കി, മൈനോറിറ്റി കമ്മീഷൻ ആക്ട് നോക്കി, 6 പേരുണ്ടെന്ന് മനസ്സിലാക്കി, അതിന് ഡീറ്റെയിൽസ് നോട്ട് ചെയ്തു. ദെൻ ഈ പറഞ്ഞ 2-3 കേസുകൾ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൈനോറിറ്റീസിന് എന്താ പ്രത്യേകത ചെയ്തത്. അപ്പൊ 29 30 പിന്നെ ഒരു 315B ഇതാണെന്ന് മനസ്സിലാക്കി. 350B നമ്മളൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചില പോയിന്റ്സ് കൂടെ എക്സ്ട്രാ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്. നെക്സ്റ്റ് സെക്കൻഡ് ടോപ്പിക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് അബൌട്ട് ദ പഞ്ചായത്ത് ആക്ട്. പഞ്ചായത്ത് ആക്ട് എന്ന് പറയില്ല, ബ്രാക്കറ്റിലൊന്ന് പറയണം. എന്താ അത്? പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ദ ഷെഡ്യൂൾഡ് ഏരിയ ആക്ട്, പെസ. ഈ നമുക്കറിയാം ഷെഡ്യൂൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചില സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണം. ഓക്കെ, അപ്പൊ ആ ഉദാഹരണം പറഞ്ഞ ആ സ്ഥലങ്ങളെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളുടെ പേരെടുത്ത് ഒരു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി അതിൻ്റെ അത് വെക്കും. ആ ലിസ്റ്റിന് പറയുന്ന പേരാണ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ പട്ടിക, അത്രേ ഉള്ളൂ. പട്ടിക മീൻസ് വാട്ട്? ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റിൽ വരുന്ന ഒന്ന് അങ്ങനെ വരും. അപ്പൊ പഞ്ചായത്തിന് ഈ ലിസ്റ്റില് ചെറിയ രീതിയിലുള്ള എക്സ്റ്റൻഷൻ വരുത്താനുള്ള അനുവാദം കൊടുക്കുന്ന ആക്ടാണ് പെസ. ഇത്രേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണ് പത്രത്തിൽ വന്നത്? ഗുജറാത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയുടെ ഒക്കെ ഒരു ബോർഡറിൽ, ഡൽഹി ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്, ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അവര് ഗുജറാത്തിന്റെ ഒക്കെ ഇലക്ഷൻ നിൽക്കാൻ നേരത്ത് ഗുജറാത്തിലെ ജനങ്ങളോട് ഒരു ഗ്യാരണ്ടി കൊടുത്തു, അവിടുത്തെ ട്രൈബൽസിന്. കാരണം ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്, ചോട്ടാ ഉധംപൂർ ഡിസ്ട്രിക്ട്. ഓക്കെ, അവിടെ ഞങ്ങൾ ഉറപ്പായിട്ടും പെസ ആക്ട് നടപ്പിലാക്കും, അങ്ങനെ ഉറപ്പാണ്. അപ്പൊ അവർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇനിമേ പത്രത്തിൽ വന്നു. അപ്പൊ നമുക്ക് അതിന് എന്താ മനസ്സിലാക്കുക, പെസ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ പെസ ആക്ട് വാസ് ഇനാക്ടഡ് ഇൻ 1996 ആണ്. ഓക്കെ, അപ്പോ ഈ പെസ ആക്ട് പ്രകാരം വീണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു ദ പഞ്ചായത്ത് ടു ദ ഷെഡ്യൂൾ ഏരിയ. അപ്പൊ ഇപ്പൊ ഒരു പഞ്ചായത്തിലെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, വളരെ ട്രൈബ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേക പ്രത്യേക ജീവിത രീതി ഉള്ളവരെ അവരൊരുമിച്ച് ഇപ്പം തിങ്ങി കോളനി പോലെ പാർക്കുവാണ്. അപ്പൊ ആ പാർക്കുന്ന സ്ഥലത്തെ പഞ്ചായത്തുകളെ അവരുടെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റോൺ ക്വാറി ബിൽഡേഴ്സോ ബിൽഡിങ്ങോ മരം വെട്ടുകാരുടെ വലിയ മാഫിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, ഇവരെ ഒഴിവാക്കി കളയും. അപ്പൊ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർട്ട് 9 പഞ്ചായത്തിന് അതിനുള്ള അധികാരം കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പഞ്ചായത്താണ് ഇപ്പോ ഒരു ഒരു സ്ഥലത്ത് ഒരു പാറയൊക്കെ പൊട്ടിക്കണമെങ്കിലോ വെടിമരുന്നൊക്കെ ഉപയോഗിക്കണമെങ്കിലോ ആരോട് ചോദിക്കണം? പഞ്ചായത്തിനോട് ചോദിക്കണം. അപ്പൊ അതൊക്കെയാണ് കണ്ടത്. അപ്പൊ നമ്മൾ റീസെന്റ് വെള്ളം പൊങ്ങി, വയനാട്ടിൽ അത്രയും വലിയ ആൾക്കാർ മരിച്ചു പോയത് കണ്ടില്ലേ? എന്തുകൊണ്ടാ? കാട്ടിൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കാതെ ചോദിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വീട് കിട്ടിയിട്ടുണ്ടാവുക. സോ ദ പഞ്ചായത്ത് വിൽ ടേക്ക് കെയർ ഓഫ്.
അപ്പൊ അണ്ടർ ദ പെസ ആക്ട് ഷെഡ്യൂൾ ഏരിയാസിനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 244(1) അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 5 റെപ്രസെന്റ് ചെയ്യണം. എവിടെ? സ്റ്റേറ്റ്സ് അതർ ദാൻ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാമില് ഇതുപോലെ നമ്മൾ പ്രത്യേക നിയമം കൊണ്ടുവന്നാൽ പെട്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളും എങ്ങനത്തെ സ്ഥലങ്ങളാണ്? ഈ മലകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കേരളം ഒരു സ്ഥലം നോക്കിയിട്ട് കേരളത്തിൽ നമ്മൾ പറയാണ് ഭയങ്കര മലയുള്ള സ്ഥലങ്ങളിൽ ആരും വീട് വെക്കാൻ പാടില്ല. അങ്ങനെ നിയമം കൊണ്ടുവന്ന ഈ പെസ ആക്ട് വെച്ച് നിയമം പാസ്സാക്കിയ കേരളത്തിൽ ആർക്കും വീട് വെക്കാൻ പറ്റില്ല. സോറി, കേരളത്തിൽ നമുക്ക് ഒരിടത്ത് വീട് വെക്കാം, മലകളിലേക്കുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കണ്ട. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ആസാം എന്നൊരു സ്ഥലത്ത് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആസാമികൾക്ക് ഒരു സ്ഥലത്ത് പോലും വീട് വെക്കാൻ പറ്റില്ല. കാരണം 90% അവിടെ മലകളാണ്. അപ്പൊ അവിടെ ഈ നിയമങ്ങൾ വർക്ക്ഔട്ട് ആവില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇൻ സ്റ്റേറ്റ്സ് അതർ ദാൻ 4. സിമ്പിൾ പോയിന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പെസയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പെസ എന്ന് പറയുന്ന ആക്ട് വന്നതോടുകൂടി ഓരോ പഞ്ചായത്തിന്റെയും ഗ്രാമസഭകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഗ്രാമസഭയിലാണ് ഇംഗ്ലീഷിൽ വില്ലേജ് അസംബ്ലീസ് എന്ന് പറയുന്നത്. ഗ്രാമസഭകൾ തീരുമാനിക്കും. അപ്പൊ അവരാണ് ആ ഏരിയയിലുള്ള ആൾക്കാരല്ലേ, അപ്പൊ അവർക്കല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ അവർ തന്നെ ഡിസ്കസ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഡീസെൻട്രലൈസേഷനിലേക്ക് വരിക. ഇതാണ് മെയിൻ ആയിട്ട് പെസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മരം വെട്ടുന്നു അല്ലെങ്കിൽ പാറ വെട്ടിക്കുന്ന എല്ലാം ആരുടെ കൺട്രോളിലാണ്? പഞ്ചായത്തിന്റെ കൺട്രോളിൽ. ഓക്കെ, അപ്പൊ ഈ പഞ്ചായത്തിന്റെ കൺട്രോൾ വരുന്നുണ്ടെങ്കിലും ആഫ്റ്റർ ദ പെസ ആക്ട് വാസ് ഇനാക്ടഡ്, ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് സർക്കുലേറ്റഡ് എ മോഡൽ പെസ റൂൾ ഇറക്കിയിട്ടുണ്ട്. സോ ഫാർ 6 states have notified this rule including Gujarat. അപ്പൊ ഈ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിന്റെ റൂൾസ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ അത് നടപ്പിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്കറിയാം അങ്ങനെ നടപ്പാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വയനാട്ടിലുള്ള ആൾക്കാർക്ക് ഇനി വീട് വെക്കാൻ പറ്റില്ല. കാരണം എല്ലാം മലമുകളിലായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോട്ടയം സൈഡിലോ അല്ലെങ്കിൽ ഇടുക്കി സൈഡിലോട്ടൊന്നും വീട് വെക്കാൻ പറ്റാതെ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് പെസ ആക്ടിനെ കുറിച്ചുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗിന് വേണ്ടി കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാം. ഈ ഗുജറാത്തിലെ അതിന്റെ പ്രശ്നവും അത് ഇലക്ഷനിൽ വരാനുള്ള റീസൺ എന്താണെന്നൊക്കെയാണ്. ഇപ്പൊ 1996 പെസ ആക്ട് വരുന്നത്. നമുക്ക് അതിന്റെ ചില പോയിന്റ്സോട് നോക്കാം. ആ പെസ ആക്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1992 പാസ്സായി. അപ്പൊ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1992 എന്തിനാണ് ഇന്ത്യയിൽ പാസ്സായത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ദ റൂറൽ ഇന്ത്യ. അതായത് ഞാൻ പറഞ്ഞ പോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെ 3 ലെയറിൽ ഒരു രാജ്യത്തെ ഒരു ജില്ലയുടെ സ്ഥലങ്ങളെ കൺട്രോൾ ചെയ്ത് ഭരിക്കുന്ന രീതിയിലേക്ക് പഞ്ചായത്ത് ലെവൽ, അതിനാണ് കണ്ടത് ലോക്കൽ സെൽഫ് ഗവർണൻസ്. അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാര് ജയിച്ചു വന്ന് അവരവിടുത്തെ ആ സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇതിനു വേണ്ടിയാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പാസ്സാണ് 1992. ഇത്രയും പോയിന്റ്സ് ക്ലിയർ. ഞാൻ പറഞ്ഞ പോലെ അതിലൊരു 3 ലെയർ ഉണ്ട്, 3 ടയർ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് കുറെ ഷെഡ്യൂൾ ഉണ്ട്. അത് ജസ്റ്റ് സ്റ്റോറി. ഇത്രയും മാത്രമാണ് അതിൽ നമുക്ക് ഓർത്ത് നോക്കാം. ഈ ഒരു റെക്കമെൻഡേഷൻ വരികയും പെസ ആക്ടിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. ദാറ്റ് ഈസ് ബുരിയ കമ്മിറ്റി റെക്കമെൻഡേഷൻ 1994, പെസ ആക്ട് 1996. അടുത്ത വർഷം, അതായത് 1995 കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു, 96 പെസ വരും. ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഓക്കെ, അപ്പം ഈ പഞ്ചായത്ത് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്, കോർപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചു. സോ ഡീസെൻട്രലൈസേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവർ ഏതൊക്കെ കാര്യങ്ങളിലാണ്? കണ്ടോ, എല്ലാ കാര്യങ്ങളും, മണ്ണ്, വെള്ളം, വായു, എല്ലാ കാര്യത്തിലും ഇവര് അഭിപ്രായം പറഞ്ഞു. അവരോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബാക്കിയുള്ള സ്റ്റോറീസ് ഓർത്ത് വെച്ചാൽ. അപ്പം നമ്മൾ 2 ഇമ്പോർട്ടന്റ് ഹെഡിങ്സ് ആണ് നോക്കിയത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പെസ, അതിനു മുമ്പ് നമ്മൾ നോക്കിയ ടോപ്പിക്കും ഓർത്തിരിക്കും. ഓക്കെ, സോ നമ്മൾ 2 ടോപ്പിക്സ് ആണ്, മൈനോറിറ്റീസ് ആൻഡ് പെസ. മൂന്നാമത്തെ നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് വരാം. ദ തേർഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇറ്റ് ഈസ് അബൌട്ട് ദ മണിപ്പൂർ NRC എക്സസൈസ്. നിങ്ങൾക്കറിയാം മണിപ്പൂരിലെ കലാപം നടക്കുന്നുണ്ട്. സോ മണിപ്പൂരിലെ കലാപത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ
ഞാൻ ഈ ക്ലാസ്സിലെ ആരെങ്കിലും വിളിച്ചാൽ ആരെ വിളിക്കുക? ഓക്കെ, യദു മണിപ്പൂർ കലാപത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞടാ. ഇതുണ്ടോ? ഇത് മുങ്ങിയ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മണിപ്പൂർ കലാപത്തെ കുറിച്ച് ഐഡിയ ഉണ്ടോ? ഹലോ, ആ, മണിപ്പൂർ കലാപം നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ വലിയ ഡീറ്റെയിൽസ് അറിയില്ല. ശരി, ഓക്കെ. എന്റെ ട്രൈബിന് എന്തോ പ്രശ്നം എനിക്ക് അറിയുള്ളൂ. ഓക്കെ, മതി. യെസ്. അലീന കെ ശ്രീധരൻ. അലീനെ അറിയാമോ? ഇല്ല, അറിയില്ല. അനർഘ. അനർഘ സാർ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നാട്ടുകാരനല്ല. ഓക്കെ, ദീപക്. അറിയില്ല സർ. ഈ മണിപ്പൂരില് കലാപം നടക്കുന്നുണ്ടോ നിങ്ങൾ ടിവിയിലും പത്രത്തിലൊക്കെ വായിച്ചു? ഓക്കെ, ഐ തിങ്ക് ദാറ്റ് മച്ച് ഈസ് ക്ലിയർ. ആരും തമ്മിലാണ് കലാപം നടക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുക്കീസ് ആൻഡ് മേത്തീസ്. ഫോൺസ. ഓക്കെ, ഗുഡ്. അത് എന്ത് ടൈപ്പ് ആൾക്കാരാ ഫോൺസ? ട്രൈബ്സ് ആണോ? റിലീജിയസ് ട്രൈബ്സ് ആണോ? റിലീജിയസ് ട്രൈബ്സ് എന്ന് പറയാൻ കാരണം? അറിയില്ല സാർ. ഓക്കെ, റിലീജിയസ് ആസ്പെക്ട്സ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ദേ ആർ ട്രൈബ്സ്. അതിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും കുക്കീസ് എന്ന് പറയുന്നത് മലമുകളിൽ താമസിച്ചുകൊണ്ടിരുന്നവര്, മൊയ്ത്തോയ്സ് എന്ന് പറയുന്നവർ അതിന്റെ മലയുടെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നു. നിങ്ങൾക്കറിയാം, മലയുടെ മുകളിലുള്ള ആൾക്കാർക്ക് അവിടെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ എഡ്യൂക്കേഷൻ അത്ര നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ബിക്കോസ് അവരുടെ സ്കൂൾ ഉണ്ടാവില്ല. പക്ഷെ താഴ്വാരത്ത് പഠിച്ചവർക്ക് സ്കൂളിംഗ് ഉണ്ടാവും. അപ്പൊ സ്കൂളിംഗ് ഉള്ള ഈ മൊയ്ത്തോയ് വിഭാഗത്തിലുള്ള ട്രൈബ്സിന് കൂടുതൽ ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവര് കുറച്ചുകൂടെ ഫ്ലറിഷ് ആയിട്ട് ഈ സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ട്. എന്നാൽ കുക്കികളെ മലകളിലൊക്കെ താമസമുണ്ട്, പക്ഷെ അത്രയധികം പ്രോഗ്രസ് ആയില്ല. അവർ കൂടുതലും ജോലിക്കാരായിരിക്കും, സാധാരണ കൂലി ജോലിക്കാർ. പക്ഷെ ഇവര് പട്ടാളത്തിലും അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രോമിനന്റ് കാറ്റഗറി, ഒരു കമ്മ്യൂണിറ്റിയിലെ കുറച്ചുകൂടെ ബലമുള്ളവരായി മാറി. സ്വാഭാവികമായിട്ടും ഇതില് ഫോൺസ പറഞ്ഞ ഒരു റിലീജിയസ് ആസ്പെക്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയുടെ മുകളിൽ താമസിക്കുന്നവരിൽ കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് റിലീജിയസ് ആസ്പെക്ട് വരുന്നുണ്ട്. മേ ബി ക്രിസ്ത്യൻസ് വരാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൺവേർഷൻ, കൂടുതലും ക്രിസ്ത്യൻ കൺവേർഷൻ വരുന്നുണ്ട്, അല്ലാത്ത കൺവേർഷൻസ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് താഴത്തെ ഈ വാലീസിൽ താമസിക്കുന്നവരുണ്ടാവും. ഇവര് പതുക്കെ ഈ താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെ എണ്ണം കൂടുകയും അവര് കുറച്ച് പോപ്പുലേഷൻ ഹയർ ആകുകയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള ചില ആൾക്കാർ അങ്ങോട്ട് ചേർത്ത് താമസിക്കാൻ തുടങ്ങി, മലയുടെ മുകളിലേക്ക് താമസിക്കാൻ. ഞാൻ ഇതിന്റെ ഒരു ചെറിയ ബ്രീഫ് ഐഡിയ മാത്രമേ നിങ്ങളുടെ പറയുന്നു. അതുപോലെ അവിടെയുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറ്റുവാണ്, അവര് തമ്മിൽ, ഇത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച കാര്യം ശരിക്കും പറഞ്ഞു. ശരിക്കും ട്രൈബ്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ, ഇവര് മൊയ്ത്തോയ് ആയിക്കോട്ടെ, കുക്കീസ് ആയിക്കോട്ടെ, വേറെ ഏത് എത്നിക് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവര് ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജന്മാന്തരങ്ങളായിട്ട് ജീവിച്ചു വരികയായിരുന്നു. നിങ്ങളുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്ന് ഭരണത്തിൽ വന്നു അന്ന് അവരെ സ്പ്ലിറ്റ് കൺസെപ്റ്റ് തുടങ്ങിയത്. സോ ദിസ് ദ മെയിൻ റീസൺ ഓഫ് ബ്രിട്ടീഷുകാരാണ് ശരിക്കും. അപ്പൊ ഇപ്പോഴത്തെ സിനാരിയോയിൽ എന്ത് പറ്റുവാണ്, ഇങ്ങനെ ഇവര് തമ്മിലൊരു ക്ലാഷ് വാർ ഉണ്ടാവുകയാണ്. ചെറിയ വാറൊന്നുമല്ല, നമ്മൾ വിചാരിക്കണമെന്നല്ല. ഏറ്റവും രസം, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ വാർ, അതായത് 2 മൊയ്ത്തോയ് കുക്കീസ് തമ്മിലുള്ള ഈ ഒരു യുദ്ധം കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നത് വുമൺ ആണ്, പെൺകുട്ടികളാണ്, കോംപ്ലീറ്റ് ലേഡീസ്. യുദ്ധം നടത്തുന്ന അവരാണ് വീട് കത്തിക്കുക, അല്ലെ ആൾക്കാരെ കൊല്ലുക, കുഴിച്ചിടുക ഒക്കെ ചെയ്യുന്ന അവരാണ്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ വുമൺ എംപവർമെന്റിന്റെ ഒരു പീക്കായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, ഈ മണിപ്പൂരിനെ കാണാൻ പറ്റും. എനിവേ, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ റീഡ് ദിസ് മണിപ്പൂർ ഫ്ലാഷ് ഇഷ്യൂസ് ആൻഡ് നെവർ read any newspapers or any news related articles. All the newspapers people are biased.
പത്രങ്ങൾ നോക്കിയല്ല ഇത് മനസ്സിലാക്കേണ്ടത്, മണിപ്പൂരിന്റെ ചരിത്രം എടുത്തു വെച്ച് പഠിക്കണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം തൊട്ടുള്ള. സോ ദർ ആർ ലോട്ട്സ് ഓഫ് റെഫറൻസ് ബുക്സ്. ഓക്കെ, പത്രക്കാർ ഓരോ സൈഡിൽ മാറ്റി മാറ്റി പറയും, അത് വായിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ്, പൗരന്മാരെ തിരിച്ചറിയുന്ന ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനുവേണ്ടി സ്റ്റേറ്റ് പോപ്പുലേഷൻ കമ്മീഷൻ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി ചെയ്തു. ഇതാണ് ന്യൂസ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു മണിപ്പൂരിന്റെ, അതായത് മണിപ്പൂരിൽ പുറത്തു വന്നവരുണ്ടോ, അകത്ത് താമസിക്കുന്നവരുണ്ടോ, ഫോറിനേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കള്ളന്മാരായിട്ട് താമസിക്കുന്നവരുണ്ടോ ഒക്കെ അറിയണ്ടേ. അപ്പോ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെ ഈ മൊയ്ത്തോയി അല്ലെങ്കിൽ കുക്കീസ് എന്നുള്ള കാറ്റഗറിക്കാരല്ലാത്തവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിയമം കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാൻ. സോ ദ എത്നിക് ഗ്രൂപ്പ്സ് ഓഫ് നോൺ ട്രൈബൽ മൊയ്ത്തോയി ആൻഡ് ട്രൈബൽസ്, കുക്കി, മൊയ്ത്തോയി, നാഗയുണ്ട്, അതുപോലെ സോമി ഉണ്ട്, കുറെ കാറ്റഗറി ഉണ്ട്, അതിൽ കാര്യമൊന്നുമില്ല. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സോ ഇത് ഒന്ന് ഓർത്തു വെക്കേണ്ട പോയിന്റ്സ്. ബാക്കിയുള്ള കുറച്ച് കഥകളാണ് നിങ്ങൾക്ക് വായിച്ചു. ഇതാണ് നമുക്ക് മണിപ്പൂർ NRCയെ കുറിച്ച് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, മണിപ്പൂർ NRC. പിന്നെ ബാക്കിയുള്ള കഥ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലെ become the fourth North Asian state brought under the inner line permit. അതായത് അതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ പ്രത്യേകമായിട്ട് പെർമിഷൻ എടുക്കണം. അപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഒരു സ്കൂട്ടർ എടുത്ത് ഓടിപ്പോയി മണിപ്പൂരിൽ പോയി സ്ഥലമെല്ലാം കണ്ടുവരാൻ ഉള്ള സാഹചര്യം ഇപ്പൊ ഇല്ല. നിങ്ങൾ അവിടെ ചെന്നിട്ട് കളക്ടറേറ്റിന്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിന്ന് പാസ് എടുക്കണം. പെർമിറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റൂ. അത് ഇവിടെ മാത്രമല്ല, അരുണാചൽ പ്രദേശിൽ അങ്ങനെ തന്നെയാണ്, നാഗാലാൻഡിൽ അങ്ങനെ തന്നെയാണ്, മിസോറാമിൽ അങ്ങനെ തന്നെയാണ്. And I just need to explain one more point. ഇപ്പൊ ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സൈഡിൽ ഇവിടെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറഞ്ഞ 7 സ്റ്റേറ്റ്സ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 7 സ്റ്റേറ്റിനെ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. യു നോ വാട്ട്, ഇന്ന് ഭൂമിയില് ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ, ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ഇതാണ്. അവിടെ ടൂറിസം ഒക്കെ വരുവാണെങ്കിൽ നല്ലതാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവര് തമ്മിൽ അടി കാരണം നമുക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ആൻഡ് അവിടെ 7 സിസ്റ്റേഴ്സ് പോലെ തന്നെ ഭംഗിയുള്ള 7 വെള്ളച്ചാട്ടങ്ങളുണ്ട്, വാട്ടർഫോൾസ്, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിത സമയം കിട്ടുവാണെങ്കിൽ ഒരു യാത്രയൊക്കെ പോയാൽ മതി. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മണിപ്പൂർ NRC. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് എന്താന്ന് വെച്ചാൽ മതി. ബാക്കിയുള്ള പോയിന്റ് നാഗാലാൻഡ് പാസ്സാക്കിയിട്ടുണ്ട്, അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഈ NRC ഇത്ര സ്പീഡിൽ ഇത് ആൾക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി. എന്റെ സൗണ്ട് ഇടയ്ക്കൊന്നും ബ്രേക്ക് ആയി പോയി. ഹസ്ന, സൗണ്ട് കേൾക്കണോ? എന്നെ ക്ലിയർ ആണോ? റത്തൻ ഡേവിസേ, കേൾക്കാൻ പറ്റുന്നു സർ. ഓക്കെ, നിനക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നു സർ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് ദ മണിപ്പൂർ NRC. ഇനി നമുക്ക് ട്രൈബ്സ് ആയ ആൾക്കാരുടെ, അല്ലെ സാധാരണ മനുഷ്യരായിട്ടുള്ളവരുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു മിഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം സിൻസ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ട്രൈബൽ പ്രസിഡന്റ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ദ്രൗപദി മുർമു. ഓക്കെ, അപ്പം ഇത് ഈ ഒരു പ്രസിഡന്റ് ഇന്ത്യയിൽ റിയാലിറ്റിയാണ്. വെരി വെരി റെവല്യൂഷണറി ഡിസിഷൻ ബൈ ദ റൂളിംഗ് പാർട്ടി എനിവേ. സോ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഇൻഡിജിനസ് പീപ്പിൾ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹെൽത്ത് റെവല്യൂഷൻ ഫോർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് ഇന്ത്യ, 11 കോടി ജനങ്ങളുണ്ട് ഷെഡ്യൂൾ ട്രൈബ്സില്. വീണ്ടും ഞാൻ പറയാണ്, 2011 സെൻസസ് പ്രകാരമാണ് ഈ 11 കോടി. അപ്പൊ 2011 കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ 2024 അപ്പൊ 10-15 കൊല്ലമായിട്ട് ഇന്ത്യയിൽ എന്ത് നടന്നിട്ടില്ല? സെൻസസ് ഒന്നും നടന്നിട്ടില്ല. ഇതിന് കറക്റ്റ് കണക്ക് ഇപ്പത്തെ അളവിൽ അറിയില്ല, പക്ഷെ 11 അളവ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് 11 കോടി ജനങ്ങൾ ട്രൈബൽസ് ആണ്. അപ്പൊ അവരുടെ ഹെൽത്ത് കാര്യങ്ങൾ കെയർ ചെയ്യണ്ടേ? സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു മിഷൻ, ഒരു പ്രത്യേക ഹെൽത്ത് പ്ലാൻ ഉണ്ടാക്കും. അപ്പൊ ഈ 11 കോടി എന്ന് പറയുമ്പോൾ മൊത്തം ഇന്ത്യയുടെ 6% പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ട്രൈബ് പീപ്പിൾ ഇൻ എനി കൺട്രി ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഈസ് പാകിസ്ഥാൻ.
അപ്പൊ 2018 ഫസ്റ്റ് നാഷണൽ റിപ്പോർട്ട് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് ട്രൈബൽ പീപ്പിൾസ് ഹെൽത്ത് വാസ് സബ്മിറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബൈ ദ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ട്രൈബൽ. അപ്പോൾ ട്രൈബൽ ഹെൽത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ 2017 അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ജസ്റ്റ് ബി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയില് അറിയാം, ട്രൈബൽ നിങ്ങൾക്ക് അറിയാം. എനിക്ക് ഇപ്പോഴും വേദനയുള്ള ഒരു കാര്യം, കേരളത്തില് വയനാട്ടില് മധു എന്നൊരു ട്രൈബൽ ചെറുപ്പക്കാരൻ അരി കട്ടുകൊണ്ടുപോയി, എത്ര കിലോ അരി, 1/2 കിലോയുടെ അരി കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് കേരളത്തിലുള്ള ഘടാഘടിയന്മാരായ മനുഷ്യര് അവനെ ഓടിച്ചിട്ട് പിടിച്ച് കള്ളനാണെന്നും പറഞ്ഞ് കൂട്ടിയിട്ട് തല്ലിയപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ല വർഷങ്ങളായി പട്ടിണി കിടക്കുന്ന ഒരു പാവം ട്രൈബൽ ചെറുക്കനാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഘടാഘടിയന്മാരെ പോലെ സുഖമായിട്ട് ജീവിക്കുന്നവനല്ലെന്നും അതുകൊണ്ട് ഘടാഘടിയന്മാർ ഇടിച്ചു കഴിഞ്ഞാൽ അവന്റെ വാരിയലിൽ ഒടിഞ്ഞു പോകുമെന്ന് ഇവരറിഞ്ഞില്ല. സോ ഇവരിടിച്ചു, അവന്റെ വാരിയൽ ഒടിഞ്ഞു പോയി. ആ ഒടിഞ്ഞ വാരിയൽ കാരണം അവൻ മരിച്ചുപോയി. അപ്പം നമ്മൾ പറയുമ്പോൾ ദർ ഇസ് എ പോയിന്റ്, ട്രൈബൽസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ഹെൽത്ത് കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ ചിന്തിക്കാനോ അതിന് ഒരു തീരുമാനം എടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ ബുദ്ധിമുട്ടുണ്ട്. So that's why we have this health mission. 13-member committee was jointly appointed by the Ministry of Health, Family Welfare and Ministry of Tribal Affairs of Government of India. എല്ലാവരുടെ ചേർന്നാണ് ഇതിൽ പ്ലാൻ ചെയ്തത്. ഓക്കെ, അതിന്റെ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാം. അപ്പൊ ഇതില് പല പല അസുഖങ്ങൾ വന്ന് മരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയാം, വേറെ നമ്മൾ വയനാട്ടിൽ ഇപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ ഉരുൾപൊട്ടലിന്റെ കഥ പറഞ്ഞപ്പോ പോലീസുകാര് കാടിന്റെ ഉള്ളിൽ പോയി ഒരു അമ്മേനെ അച്ഛനെയും 4 കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് വന്ന കഥയൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, അവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ആ പോലീസുകാര് ഉള്ളിലുള്ള കാട്ടിൽ ചെന്ന് ഈ അച്ഛനെ അമ്മേനെയും 4 മക്കളെയും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ, മീൻസ് അവരുടെ ഷെൽട്ടറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ അച്ഛനെ അമ്മ അല്ലാതെ വേറെ ഒരു മനുഷ്യൻ എന്നുള്ള ജീവിനെ ആ 4 പിള്ളേർ കണ്ടിട്ടില്ല. നമുക്കൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിനാരിയോ ആണ്. സോ they need health care. So that's why we have this mission. Okay, so that's why India ആദ്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ട് we are launching the National Health Tribal Mission. എന്താണ് ഉദ്ദേശം? സ്റ്റാറ്റസ് ആൻഡ് ഹെൽത്ത് കെയർ വിത്തിൻ 10 വർഷം കൊണ്ട് അവരുടെ ഹെൽത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ വ്യത്യാസം വരാം. സോ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷീറ്റില് നമ്മൾ പറയുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റിവൈസ് ചെയ്യാം. എന്റെ ഫസ്റ്റ് ടോപ്പിക് ഐ ജസ്റ്റ് ടോക്ക് അബൌട്ട് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് വി ഡിസ്കസ് അബൌട്ട് ഇസ് ദ PESA. Okay, PESA is also very important. And third topic we discuss about the Manipur issues and NRC. Okay, and it is up to you. You need to read the historical background of the beautiful state Manipur. And the next one is Tribals Health Mission. So National Tribal Health Mission. So we have connected points. But these 4 points ആണ് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. സോ എനിക്ക് ഓർമ്മ പറയാനുണ്ട്. I am switching to the next video. One minute. Okay. So let's discuss the second section. അല്ലെ അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ നോക്കാം. സോ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഇന്റർനാഷണൽ മൊബൈൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട് IMEI നമ്പർ എന്ന് പറയുന്നത്, പക്ഷെ ആർക്കും അതിന്റെ ഫുൾ ഫോം അറിയില്ല. സോ IMEI നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ മൊബൈൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് IMEI. അപ്പൊ ഓരോ മൊബൈൽ കമ്പനിക്കാരും ഒരു മൊബൈൽ ഉണ്ടാക്കുമ്പോൾ ആ മൊബൈലിന്റെ മുകളില് ഒരു നമ്പർ എഴുതും. നമ്മളിപ്പോ ഒരു കാർ വാങ്ങിക്കുമ്പോൾ കാറിന്റെ നമ്പർ എഴുതുമല്ലോ. ഇപ്പൊ KL1 10 15 നമ്മൾ നമ്പർ എഴുതില്ല, അതുപോലെ. അപ്പൊ അതുപോലെ നമ്പർ എഴുതും. അപ്പൊ ആ മൊബൈല് എവിടെയാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് എ വെരി യൂണിക് നമ്പർ. പത്രത്തിൽ ന്യൂസ് വരാൻ കാരണം എന്തറിയോ? ഡൽഹി പോലീസ് ഇങ്ങനെ കുറച്ച് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആൾക്കാരെ പറ്റിക്കുന്നു, അതിനുവേണ്ടിയാണ്. അപ്പൊ ദാറ്റ് ഈസ് അബൌട്ട് IMEI. അപ്പൊ എന്താണ് IMEI? ഇറ്റ് ഈസ് എ യൂണിക് നമ്പർ. മൊബൈൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന യൂണിക് നമ്പർ. എത്ര ഡിജിറ്റ് ഉണ്ട്? 15 ഡിജിറ്റ്. ഓക്കെ, അപ്പൊ ആ 15 ഡിജിറ്റ് നോക്കിയാൽ
ഏത് ഫോണാണെന്ന് മനസ്സിലാവും. അതായത് ഒരു IMEI നമ്പർ ഉള്ള 2 ഫോൺ ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് പോയിന്റ്. ഓക്കെ, അതിലിപ്പോ നിങ്ങൾ ഡ്യുവൽ സിം ഇട്ടാലും 4 സിം ഇട്ടാലും എങ്ങനെ ഇട്ടാലും അങ്ങനെ ഉണ്ടാവില്ല. സോ അപ്പൊ ചില ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഫോണിൽ 2 സിം ഇടുന്ന കേസുകളുണ്ട്. ഇപ്പൊ ചില പണ്ടൊക്കെ ചൈനീസ് ഫോൺ ഇറങ്ങുമായിരുന്നു 3 സിം ഇടാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിം നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു IMEI നമ്പർ ഉണ്ടാവും, മറ്റേ സിം നമ്പർ വെച്ച് വേറെ IMEI നമ്പർ പോസിബിൾ ആണ്. അങ്ങനെയും ചില ഫോണുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോൺ ഇപ്പൊ ഡ്യുവൽ സിം ആണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ താഴെ സിം നമ്പർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് 2 IMEI നമ്പർ ഉണ്ട്. സോ ഇഫ് യു ഹാവ് എ ഡ്യുവൽ സിം ഫോൺ, then there will be 2 IMEI number, 1 for each slot. അതായത് ഒരു സിം ഇടുന്ന സ്ലോട്ടിനനുസരിച്ച് ഒരു നമ്പർ വരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് IMEI കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. ആ ഫുൾ ഫോമും അതിന്റെ എത്ര ഡിജിറ്റ് ഉണ്ടെന്നും യൂണിക് നമ്പർ ആണെന്നും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. Then next is വജ്രപ്രഹാർ 2022. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം ആർമി, നേവി, എയർഫോഴ്സ്, ഇവര് ഇന്ത്യയുടെ ഈ 3 ഗ്രൂപ്പുകളും മറ്റു രാജ്യങ്ങളുടെ 3 ഗ്രൂപ്പുകളും തമ്മിൽ എപ്പോഴും ക്ലബ് ചെയ്ത് ഓരോരോ കലാപരിപാടികൾ ചെയ്യും. അത് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ ഒരു 3ാം ലോക മഹായുദ്ധമൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് ഇന്ത്യയും അമേരിക്കയും കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ വരില്ലേ, ഒരു പരിചയക്കുറവ് വരും. ആ പരിചയക്കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കാരും അമേരിക്കാരും തമ്മിൽ ജോയിന്റ് ആയിട്ട് വെറുതെ ഓരോ എക്സസൈസ് ചെയ്യും. അല്ല ഇന്ത്യ ജപ്പാൻ എക്സസൈസ്. അപ്പൊ 2 പേര് തമ്മിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ബൈലാട്രൽ എക്സസൈസ് എന്ന് പറയും. 3 രാജ്യങ്ങൾ വന്നാൽ അതിനെ ട്രൈലാട്രൽ എക്സസൈസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇന്ത്യയും US തമ്മിൽ സ്പെഷ്യൽ ഫോഴ്സുകളുടെ ജോയിന്റ് പരിപാടി, അതാണ് എക്സസൈസ് വജ്രപ്രഹാർ എന്ന് പേരിട്ടേക്കുന്നത്. അത്രേ. എവിടെ വെച്ചാൽ നടന്നത്? സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് സ്കൂൾ അറ്റ് ബാക്ക്ലോഗ്, ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഞാനീ പറഞ്ഞ പോലെ തന്നെയാണ് ബോത്ത് കൺട്രീസിന്റെ തമ്മിലൊരു ഇന്റർ ഓപ്പറബിലിറ്റി, തമ്മിൽ നിന്ന് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന സംവിധാനം ഉണ്ടാവുന്നത്. ഇത് എത്രാമത്തെ എഡിഷൻ ആണ്? 13ാമത്തെ എഡിഷൻ. ഓക്കെ, സോ അത്രയുള്ള അതിൽ ഓർത്ത് വെക്കാനുള്ളത്. ആൻഡ് ദ തേർഡ് ടോപ്പിക് ഹിയർ വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ദ കച്ചൽ ഐലൻഡ്. ഓക്കെ, കച്ചൽ ഐലൻഡ്സ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപില്ലേ, നമ്മുടെ ഇന്ത്യയുടെ റൈറ്റ് സൈഡിൽ, ഇപ്പൊ നിങ്ങൾ മാപ്പ് വിചാരിച്ചാൽ ഇന്ത്യയുടെ റൈറ്റ് സൈഡിലായിട്ട് ബേ ഓഫ് ബംഗാൾ എന്നൊരു കടലുണ്ട്. ഓക്കെ, ആ ബേ ഓഫ് ബംഗാൾ കടലിന്റെ നടുക്ക് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഐലൻഡ്സ്. ഈ ഐലൻഡ്സിനെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഐലൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഇതിനെ ആൻഡമാൻ നിക്കോബാർ. അതിങ്ങനെ ഒരു ആർച്ച് പോലെയാണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ആർച്ചി പലങ്കോ എന്ന് പറയും. ഈ ഐലൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാവയില്ലേ, ലാവ മെൽറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് ലാവ പൊങ്ങി വന്ന് കടലിലെ വെള്ളത്തിന്റെ അടിയിലായതുകൊണ്ട് വെള്ളം അത് തണുത്തുറഞ്ഞ് അത് ഒരു ഐലൻഡ് ആയിട്ട് മാറി. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ബേ ഓഫ് ബംഗാളിലുള്ള വളരെ തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഐലൻഡ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ഇവിടെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സെല്ലുലാർ ജയിൽ, കാലാപ്പാനി സിനിമ ഉണ്ടാവും. കാലാപ്പാനി സെല്ലുലാർ ജയിലൊക്കെ ഇവിടെയാണ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു, പക്ഷെ പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജയിലായിട്ടാണ്. അപ്പൊ ഇതില് ഈ പറഞ്ഞ ദ്വീപുകളിലെല്ലാം എന്തുണ്ട്? ഈ ദ്വീപുകളിലെല്ലാം ചെറിയ ചെടികൾ വളരുന്നുണ്ട്. നമ്മൾ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മാൻഗ്രൂവ് കവർ. ഓക്കെ, കച്ചൽ ഐലൻഡ്സ് എന്ന് നിക്കോബാർ. അപ്പൊ എന്താണ് നാസ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാസ മുകളിൽ നിന്ന് സാറ്റലൈറ്റ് വഴി ഫോട്ടോ എടുത്തപ്പോ ഈ കണ്ടൽ കാടുകളിൽ കുറവുണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല, 90% ഐലൻഡ് വാസ് ലോസ്റ്റ് ഡ്യൂ ടു ദ ഇന്ത്യൻ ഓഷ്യൻ സുനാമി. കണ്ടാണ്. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. ഓക്കെ, സോ ആ ഒരു ന്യൂസ് മാത്രം നാസയില് ഹൈലൈറ്റ് ചെയ്ത് വന്നുകൊണ്ട് പത്രത്തില് ആ കച്ചൽ ഐലൻഡ്സിനെ കുറിച്ച്. അപ്പൊ ഈ ഒരു പോയിന്റ് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ വുമൺ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. നമുക്കറിയാം, കേരളത്തിലെ നോക്കിയാൽ കേരളത്തിൽ നിന്ന് MLA-മാരായിട്ട് ജയിച്ച് ഇവിടുത്തെ ആൾക്കാര് നിയമസഭകളിലേക്ക് പോകും, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഇന്ന് വെറുതെ ഇരിക്കുമ്പോ, വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുമ്പോൾ നോക്കിയാൽ മതി, കേരളത്തിൽ നിന്ന് എത്ര MLA-മാര് പോയിട്ടുണ്ട്, അതിൽ എത്ര പേര് ലേഡീസ് ഉണ്ട്, വുമൺ ഉണ്ട്. അതുപോലെ ഇന്ത്യയിലെ മൊത്തം പാർലമെന്റിൽ എത്ര പേരുണ്ട്, ആ പാർലമെന്റിൽ എത്ര ലേഡികളുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അപ്പൊ ലോകസഭയിലെ എണ്ണവും രാജ്യസഭയിലെ എണ്ണവും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലെ എണ്ണവും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. വുമൺ ഇൻ പൊളിറ്റിക്സ് എന്നൊരു കൺസെപ്റ്റ്, വുമണിന്റെ
കാര്യങ്ങളെങ്കിലും പറയാൻ വേണ്ടി അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആവശ്യമാണെന്ന്. ഓക്കെ, ഇത് വേറൊന്നുമില്ല, ഒരു ആർട്ടിക്കിൾ ഒരാൾ എഴുതിയതാണ്. ദാറ്റ് ഇസ് സാദിയ ഹുസൈന്റെ ആർട്ടിക്കിൾ, പെർഫോമൻസ് ഓഫ് വുമൺ ഇൻ പാർലമെന്റ്, എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ദ വുമൺ മെമ്പർ ഇൻ ലോക്സഭ 1990. 1999 തൊട്ട് 2019 വരെയുള്ള വർഷങ്ങളിൽ ജയിച്ച് പാർലമെന്റിൽ വന്ന ആൾക്കാര് ആ പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും എന്താണെന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാദിയ ഹുസൈൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി എഴുതിയ ഒരു ആർട്ടിക്കിൾ. ദാറ്റ്സ് ഇൻ ദ ന്യൂസ്. അതായത് നമ്മുടെ പാർലമെന്റിൽ നിങ്ങൾക്കറിയാം, ഓരോരുത്തർക്കും അവരവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ചോദിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ചോദിക്കുന്ന സമയത്തിനെയാണ്, പാർലമെന്റിൽ ചോദിക്കുന്ന സമയത്തിനാണ് ക്വസ്റ്റ്യൻ അവർ ഇൻ ദ പാർലമെന്റ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? എഴുന്നേറ്റ് എന്നിട്ട് ചോദ്യം ചോദിക്കണം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അവരാരും മിണ്ടിയില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളില് സാദിയ ഹുസൈന് ആരോപിക്കുന്ന ഒരു ആക്ഷേപം. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഒരു മിനിറ്റ്, സൗണ്ട് ബ്രേക്ക് ആയി നോക്കട്ടെ. ഷഹാന, സൗണ്ട് കേൾക്കാവോ? സ്ക്രീൻ കാണാമോ? ഷഹാന, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. രശ്മി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ബ്രേക്ക് ആയിരുന്നു സാർ. അക്കാഡമി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കുമോ? യെസ്. ആകാംക്ഷ, ഇപ്പൊ കേൾക്കാമോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാണ്ട് സാർ. Okay. So next one we need to discuss is woman representative of the people. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിൽ എന്തിനാണ് ഇവിടെ ഒരു സിനാരിയോ? ഒരാളുടെ ആർട്ടിക്കിൾ ആണ്, ആരുടെ? സാദിയ ഹുസൈൻ. എന്താ പറയണേ? ചോദ്യോത്തര വേളയിൽ പാർലമെന്റിൽ ജയിച്ചു പോകുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് അക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സിംഗിൾ വുമൻസ് മൂവ്മെന്റ്, ഒരു രീതിയിലുള്ള അനക്കമില്ല. ഇത് വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം പെൺകുട്ടികളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നേടിയെടുക്കുക എന്നുള്ളത് പെൺകുട്ടികളുടെ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഒരു 2019 ഇലക്ഷനിൽ എന്താ സംഭവിച്ചത് വെച്ചാൽ ദാറ്റ് ഈസ് ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദി വുമൻസ് പൊളിറ്റിക്സ്. ആസ് 78 പേര് ലോകസഭയിലേക്ക് ഫസ്റ്റ് ടൈം സിൻസ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയധികം പെൺകുട്ടികൾ ഒരുമിച്ച് ജയിച്ച് കയറുന്ന എംപിമാരായി വരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പിന്നീട് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ there is a stereotypic concept throughout the country. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ആർട്ടിക്കിൾ. സോ ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറെ അതിൽ വലിയ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വലിയ കാര്യമായിട്ട് ഓർത്ത് വെക്കാനില്ല. അടുത്തത് പോപ്പുലർ സ്ലോഗൻസ് റേസ്ഡ് ഡ്യൂറിംഗ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാണ്. ഓക്കെ, വളരെ ഫേമസ് ഉണ്ട്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഓക്കെ, ഡെഫിനറ്റ്ലി അങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
ഒരിക്കലും മഹാത്മാഗാന്ധി പറയില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ ഡയലോഗ് പറയാൻ പറ്റുന്ന ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ, ദാറ്റ് ഈസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോ ഒരു പോപ്പുലർ സ്ലോഗൻസ് ആണ് ലിസ്റ്റ്. അപ്പൊ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് എന്താ? ബൈ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, വെരി പോപ്പുലറൈസ്ഡ്. ഓക്കെ, എന്നാണ് പുള്ളി അത് പറയുന്നത്? ആ പുള്ളി ഇന്ത്യൻ നാഷണൽ ആർമിയെ സല്യൂട്ട് സ്വീകരിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം. ജയ് ഹിന്ദ്. സോ വെരി ക്ലാസ് ഡയലോഗ് അല്ലെ. ദെൻ അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ മറ്റൊരു സ്ലോഗനാണ്. അത് എവിടെ വെച്ചാ പറയണത്? മ്യാൻമറിൽ, ഇപ്പത്തെ ബർമയില് 1944 സമയത്ത്. ഏതാണ്? തും മുझे खून दो मैं तुम्हें आजादी दूंगा. ഇറ്റ്സ് എ വെരി ക്ലാസ് ഡയലോഗ്. ഓക്കെ, സോ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് സുഭാഷ് ചന്ദ്രബോസിനെ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാവരും മറന്നു എന്നുള്ളതാണ്. സോ ഹി ഈസ് എ വെരി പവർഫുൾ ലീഡർ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ ഈസ് വന്ദേ മാതരം. ഡെഫിനറ്റ്ലി എവരിവൺ നോസ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, സോ ദാറ്റ് ഈസ് ബംഗാളിയാണ്, ബംഗാളി നോവൽസ്. ബട്ട് 1870 ബംഗാളി നോവൽസ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ചതോപാധ്യായ, ചാറ്റർജിയോ ചതോപാധ്യായ, അയാളാണ് ഈ പാട്ട് പാടുന്നത്. വന്ദേ മാതരാണ്. ഓക്കെ, അപ്പൊ പബ്ലിക് സ്പിയറിലേക്ക് വരുന്നത് ഒരു പുസ്തകത്തിന്റെ, ഒരു നോവലിലാണ് വരുന്നത് ഈ പാട്ട് വരുന്നത്. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ദ നോവൽ ആനന്ദമഠൻ 1882. ഓക്കെ, വന്ദേ മാതരം. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ബാക്കി 1-2 പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ വായിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പേരുകളും ആ പേരിന്റെ പിന്നിലുള്ള കഥകളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാൻ ചോദ്യം ചോദിക്കുന്ന എന്നതിനേക്കാൾ ഉപരി ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെഫിനറ്റ്ലി ഇൻഖിലാബ് സിന്ദാബാദ് ബൈ മൗലാന ഹസ്രത് മൊഹാനി. ഓക്കെ, എന്താണ്? ലോങ് ലീവ് ദ റവല്യൂഷൻ, ഇൻഖിലാബ് സിന്ദാബാദ്. അപ്പം ആ സാധനം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തില് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് വേറെ ആൾക്കാരും, അല്ലെങ്കിൽ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് വേറെ ആൾക്കാരും, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തവര് തന്നെ ആ സ്ലോഗൻസ് അവരുടെയാണ് പറഞ്ഞ് അവരുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് വേറെ സത്യം. പക്ഷെ ഇത് ആദ്യമായിട്ട് പറഞ്ഞാല് അങ്ങനെ ഒരു ചിന്താഗതിയിലോ ഫ്യൂച്ചറിൽ ഇത് മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഇന്നലത്തെ പോലെ. ഓക്കെ, അപ്പൊ മൗലാന 1921 ഇത്. ഓക്കെ, സോ ഹിസ് പെൻ നെയിം വാസ് റെവല്യൂഷണറി ഉറുദു, ദാറ്റ് ഇസ് ഹസ്രത്ത്. ഹസ്രത്ത് അയാളുടെ പെൻ നെയിം ആണ്, റെവല്യൂഷണറി പോയറ്റ് ആണ്. സോ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ്. ഓക്കെ, ദെൻ അടുത്തത് ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്തത്. മൗലാനയുടെ കുറച്ച് കാര്യങ്ങളാണ്. ഇൻവോൾവ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ, മൗലാന അതിന്റെ ഭാഗമായിരുന്നു. ദെൻ പൂർണ്ണ സ്വരാജിൽ അദ്ദേഹം പങ്കെടുത്തുള്ള കാര്യം. സോ കുറച്ച് ഹിസ്റ്റോറിക്കൽ പോയിന്റ്സ് ആണ് ഓർത്തു വെക്കുന്നത്. ഓക്കെ, സോ വെരി വെരി ഇൻഖിലാബ് സിന്ദാബാദ്. ഇനി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു പാട്ടാണ് സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹൈ, ബേക്നാ ഹൈ ദൂർ കിത്ന ബാസ്വേ കാ ദിൽ മേ ഹൈ. കുറെ ഉണ്ടത്, വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഐ തിങ്ക് നോബഡി നോസ്. ആൻഡ്രൂ ചുമ്മാ ഒരു ചോദിച്ചു നോക്കട്ടെ, എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഈ സോങ് ഫുൾ ആയിട്ട് കാണാന്ന് പറയാൻ പറ്റുന്നത്? ആരെങ്കിലും ഒരാളെങ്കിലും? ഐ വിൽ ഗിവ് യു 500 rupees. ഈ പാട്ട് അതുപോലെ പാടാൻ പറ്റുന്ന ഒരാളെങ്കിലും എന്റെ ഈ 10-25 പേരിട്ടുണ്ട് ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ തന്നെ 500 രൂപ തരുന്നതായിരിക്കും. ഉണ്ടോ? ആരുമില്ല. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയാണ്, ഞാൻ മറ്റേ ഭാരതീയനാണ്, ഇന്ത്യ വേണോ ഭാരത് വേണോ, ഇങ്ങനെയൊന്നും കൺഫ്യൂഷൻ അടിക്കുമ്പോൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒറ്റ ഓർമ്മത്തിന് പോലും ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞൂടാ. അതെനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. അപ്പൊ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ കൺട്രി ഫസ്റ്റ്, അല്ലേ? അല്ലാതെ വെറുതെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം നേടി മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പറന്നു പോയി രക്ഷപ്പെട്ടിരുന്നു അല്ലേ, ജോലി ചെയ്തിട്ട് തേങ്ങ, നമ്മുടെ ബേസ് അറിയാം. സോ വെരി ഇമോഷണൽ സോങ് ആണ് സർഫറോഷി കി തമന്ന ബൈ ബിസ്മിൽ അസിമാബാദി. ഓക്കെ, വെരി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കണ്ടോ? അവർ ഹാർട്ട്സ് ആർ നൗ ലോങ്ങിങ് ടു ഡൈ ഫോർ എ ഗുഡ് കോസ്. അതാണ് സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മേ ഹൈ. എന്തിനാണ്? ദാറ്റ് വി ഷാൽ സീ വാട്ട് സ്ട്രെങ്ത് ദ ആംസ് ഓഫ് കില്ലർ പൊസസ്. ഞങ്ങളെ കൊല്ലാൻ വരുന്നവരുടെ കൈകൾക്ക് എത്രത്തോളം ബലമുണ്ട് എന്ന് അറിയാൻ, അതറിയാൻ വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു. ക്ലാസ്.
Okay, are the first two lines of the poem on Bismil Asmabad. ഓക്കെ, ആദ്യത്തെ 2 ലൈനുകൾ കേട്ടോ. അതിനെ ബാക്കിയൂടെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ ഇന്ന് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പോകും. അത്രയും ക്ലാസ് ആണ്. സോ ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്, ഫ്രീഡം ഫൈറ്റർ ആൻഡ് ദ പോയറ്റ് ഫ്രം ബീഹാർ. ഇത് എഴുതുന്നതും അത്രയും, ഈ പാട്ടിന് അത്രയും പവർ വരാനുള്ള റീസൺ, അതിന്റെ പിന്നിൽ നടക്കുന്ന കഥ എന്താണ്? ജാലിയൻ വാലാബാഗ് മാസക്കർ 1921 ഇൻ അമൃത്സർ. ആ വേദനയിലാണ് അദ്ദേഹം ഈ പാട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ പാട്ടിൽ എന്തുണ്ടാവും? ആ പാട്ടിൽ ഒരു ഫയർ ഉണ്ടാവും. ഓക്കെ, ആ ഫയർ കൊണ്ട് കത്തിപ്പോവില്ല. സോ ദാറ്റ് ഈസ് സർഫറോഷിക്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. സോ വെരി പോപ്പുലർ. ഈ പാട്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് രാംപ്രസാദ് ബിസ്മിൽ. ബിസ്മിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഭഗത് സിംഗിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ബിസ്മിൽ. ഓക്കെ, സോ ഹീസ് ഓൾസോ പോപ്പുലറൈസ്ഡ്. കേട്ടിട്ടുണ്ടോ ഭഗത് സിംഗ് റിലേറ്റഡ് കോക്രി ട്രെയിൻ റോബറി ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ അതിനെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അമീർ ഖാന്റെ ഒരു പടം റംഗ് ദെ ബസന്തി. അതിനകത്ത് ബിസ്മിലിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഈ ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ആ സിനിമയുടെ അകത്ത് ഒരു ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വരുന്നതും അവരൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്യാനൊക്കെ വരുന്നതായിട്ടാണ് തീം. ബട്ട് that's also what that is Cochri train property, Bismil. Then അടുത്തത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ ഗാന്ധിജിയുടെ ഡു ഓർ ഡൈ. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് അത്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് അറിയണം. കാരണം ക്രിപ്സ് മിഷൻ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ വരികയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാം, അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, സെക്കൻഡ് വേൾഡ് വാർ വരുവാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, അങ്ങനെ കുറച്ചൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് കഥകളുണ്ട്. സോ ഓഗസ്റ്റ് 1994 ഓൾ ഇന്ത്യ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി അറ്റ് ഗ്വാളിയാർ ടാങ്ക് മൈതാൻ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ ബോംബെയില്. സോ പുള്ളി ആ സമയത്താണ് ഈ ഡയലോഗ്. ഓക്കെ, വൺ ഷോർട്ട് ഡയലോഗാണ് ഗാന്ധിയുടേത്, ഡു ഓർ ഡൈ, ചെയ്യൂ അല്ലെങ്കിൽ ചാവൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എവരിബഡി നോസ്, ക്വിറ്റ് ഇന്ത്യ ബൈ യൂസഫ് മെർലി. ഇറങ്ങിപ്പോടാ എന്ന് ലാസ്റ്റ് പറയുന്നത്. സോ ദാറ്റ് വാസ് യൂസഫ് മെർലി. സോഷ്യലിസ്റ്റ് ആണ്, ട്രേഡ് യൂണിയൻ ആണ്. സോ മേയറാണ് സൈമൺ ഗോബാക്കും പറഞ്ഞത് പുള്ളിയാണ്. Okay, then next important topic we need to understand is about the special type of virus, Lengia. Okay, Lengia virus. It's a zoonotic virus infected by 35 people in China. ഒരു കാറ്റഗറി വൈറസ് ആണ്, ഇൻഫെക്ഷനെ കുറിച്ചാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വയ്ക്കാം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, ദിസ് വൈറസ്. വേറെ ഇമ്പോർട്ടന്റ് ഒന്നും ന്യൂസ് ഇല്ല. എല്ലാ വൈറസുകളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രം വേർ വൈറസ് ആർ കമ്മിങ്, ഫ്രം ആനിമൽ ടു ഹ്യൂമൻ. ഓക്കെ, അപ്പൊ DNA-യും RNA നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ RNA റൈബോ ന്യൂക്ലിക് ആസിഡ് കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് ഓഫ് ആസിഡ് വൈറസുകൾ ആനിമൽസിൽ നിന്ന് പതുക്കെ ഹ്യൂമനിലേക്ക് വരികയും ഹ്യൂമൻ ടു ഹ്യൂമൻ അത് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ഒരു സ്പെഷ്യൽ വൈറസ്. ഇമ്പോർട്ടന്റ് ന്യൂസ് അല്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ വി ഡിസ്കസ് അബൌട്ട് ഈസ് അബൌട്ട് ദ IMEA നമ്പർ. സെക്കൻഡ് വൺ ഈസ് കച്ചൽ ഐലൻഡ്. തേർഡ് വൺ ഈസ് വുമൺ റെപ്രസെന്റേറ്റീവ്സ്. ആൻഡ് ദ ഫോർത്ത് ടോപ്പിക് വി ഡിസ്കസ് ഈസ് അബൌട്ട് ദ പോപ്പുലർ സ്ലോഗൻസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോപ്പുലർ സ്ലോഗൻസ് അറിഞ്ഞു വെക്കണം, നന്നായിട്ട് വായിക്കുക ആ പോർഷൻ.